കപ്പ പുഴുങ്ങി അതിൻ്റെ കൂടി ചമ്മന്തിയും വെച്ച് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു കിലോ കപ്പയാണ്. അതിന് മുങ്ങുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളത്തിൽ മുങ്ങി നിന്ന് വേണം ഈ കപ്പ വേകാനായിട്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാലായിട്ട് കപ്പയുടെ കട്ടെല്ലാം പോകണമെങ്കിൽ നമ്മൾ ചിലർ വെള്ളം തിളപ്പിച്ചതിന് ശേഷവും കപ്പ ഇട്ട് കൊടുക്കും. അതും ശാസ്ത്രീയമായിട്ട് നല്ലതാണെന്ന് പറയുന്നു. അതിൻ്റെ യഥാർത്ഥ ശാസ്ത്രീയ വശം എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ട് ഇതാ ഇപ്പോഴ് കപ്പ മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് വേവിക്കാം. ചിലർ ശകലം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് വേവിക്കുന്നവരും ഉണ്ട്. മഞ്ഞൾ പൊടി വേണമെങ്കിൽ അല്പം കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടാൽ. ഇത് നമുക്ക് അടുപ്പത്തൊന്ന് വെക്കാം. അടുപ്പത്തൊന്ന് വെച്ചിട്ട് നമുക്ക് കുക്കറിലായതുകൊണ്ട് ഇപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത്. അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. പക്ഷേ അടുപ്പത്ത് വെക്കാനായിട്ട് ഇത് ഒരു വിസിൽ കേട്ട ഉടനെ നമുക്ക് ഇറക്കണം, അല്ലെങ്കിൽ വെന്ത് പോകും. അങ്ങനെ വെന്ത് പോകാൻ പാടില്ല. ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം കാപ്പിക്കോ വല്ലപ്പോഴൊരിക്കെങ്കിലും കപ്പ കഴിക്കുന്നതൊരു സുഖമല്ലേ? അതുകൊണ്ട് നമുക്ക് കപ്പ പുഴുങ്ങി അതിൻ്റെ കൂടി ചമ്മന്തിയും വെച്ച് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു പൊടിക്കൈ നോക്കാം. ഇനി കപ്പയ്ക്ക് നല്ലൊരു ചമ്മന്തി വേണ്ടേ? നമുക്ക് നല്ലൊരു ചമ്മന്തി എങ്ങനെ കപ്പയ്ക്ക് കൂട്ടാനായിട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അതിനകത്തോട്ട് ഒരു 10-20ഓളം മുളക് ഇടുകയാണ്. അരച്ച് കിടക്കുമ്പം നല്ല ഇതായിരിക്കും. പക്ഷേ ഇപ്പോഴും നമുക്ക് ഇന്നത്തെ വീടുകളിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ ഇങ്ങനെ ചുട്ട മുളക് പോലെ ആയിട്ടുണ്ട്. ഈ ഉള്ളിയും 2-4 വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല വറുത്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് തണുക്കണം. മിക്സിയിൽ ചൂടോടെ ഇടാൻ പറ്റത്തില്ല. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇത് സാധാരണ നാട്ടിൻപുറത്തുള്ള എല്ലാ വീടുകളിലും എല്ലാവർക്കും അറിയുന്നതാണ്. എന്തെന്ന് വെച്ചാൽ രാവിലെ കപ്പ പുഴുക്കും ഉണ്ടാക്കി അതിൻ്റെ കൂടി ഇത് വെച്ച് കഴിക്കുന്നവരുണ്ട്. കപ്പ തുണ്ടം വെട്ടിയിട്ട് വേവിച്ചിട്ട് അതിൻ്റെ കൂടി ഇത് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതിടാം. ഉള്ളിയും മുളകും ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് പാകത്തിന് ഉപ്പ് പോരെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് നമുക്ക് മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. കപ്പ വെന്തു റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കിയിട്ട് നമുക്ക് രണ്ടും കൂടെ കഴിക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞ് കെട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമായിരിക്കുന്ന. നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുമ്പോഴത്തേക്കും എരിവെല്ലാം ഇങ്ങനെ കണക്കായിട്ട് കിട്ടും. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം.
ചിലർ നല്ലെണ്ണ ഉപയോഗിക്കും, ചിലർ വെളിച്ചെണ്ണ ഉപയോഗിക്കും. അങ്ങനെ നമ്മുടെ കപ്പയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരത്തേക്കോ രാവിലത്തേക്കോ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ചില വീടുകളിലൊക്കെ കപ്പ ഉണ്ടായിരിക്കും, അപ്പോൾ കുറച്ചുകൂടെ നല്ല കപ്പയായിരിക്കും. നമ്മളിത് പുറത്തുനിന്ന് വാങ്ങുന്ന കപ്പയായതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കുറയും. എന്താണെന്ന് വെച്ചാൽ തലേ ദിവസത്തെ കപ്പ കാണും, അങ്ങനെ വാടിയ കപ്പ കാണും. മറ്റേ ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം നിറഞ്ഞ എൻ്റെ കൂപ്പുകൈ.